ഹേ ഗൈസ്, ഇന്ന് ഈ ഒരു ഷോൾ വെച്ചിട്ട് ഒരു ഔട്ട്ഫിറ്റ് ചെയ്തെടുത്താന്ന് വിചാരിച്ചു. ഈ ഷോൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു സമയം. ഇത് ഒരു സിൽക്ക് പോലത്തെ ഒരു കുറച്ച് ഗ്ലേസിങ് വരുന്നൊരു ഷോളാണ്. ഇതിൻ്റെ 4 സൈഡിലായിട്ട് ചുറ്റിലും ഇതുപോലത്തെ ഒരു കുഞ്ഞ് ലേസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഇതുകൊണ്ടാണ്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഈ ചുറ്റി വരുന്നൊരു ലേസ് ഉണ്ട് 4 സൈഡിലും വരുന്നത്, അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് കൂടി എടുത്തിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് കട്ടിങ്ങൊക്കെ. ലേസ് അയച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് ചെറിയൊരു ബോർഡറുണ്ട്, അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു റഫ് സ്കെച്ച് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോൻ്റെ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എന്താവുമെന്നറിയില്ല, അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഷാളിൻ്റെ സെൻറ്ററിലൊരു സിഗ്സാഗ് പാറ്റേൺ പോലെ വരുന്നൊരു ഭാഗമുണ്ട്, അത് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ സ്കേർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇതേപോലെ പ്ലീറ്റ് കൊടുത്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബോർഡർ വരുന്ന ഭാഗം ഒരു സൈഡിലെ ബോർഡർ ബോഡി പാർട്ടായിട്ടും പിന്നെ മറ്റേ സൈഡിലുള്ളൊരു ബോർഡർ സ്ലീവായിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ക്യാൻവാസാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് റൗണ്ടും ഫ്രണ്ട് നെക്കിൽ വി നെക്കുമാണ് കൊടുത്തത്. ഫ്രണ്ട് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവും സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ടോപ്പ് പാർട്ടിൽ മാത്രം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് ട്രയലും നോക്കുന്നുണ്ട്. ട്രയൽ നോക്കിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത്. സ്കേർട്ട് പാർട്ട് ഞാൻ പ്ലീറ്റ് അല്ല ഗ്യാദേഴ്സാണ് കൊടുത്തത്. പിന്നെ സ്ലീവ് ഒരു ബെൽ സ്ലീവ് പോലെ കൊടുത്തിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഷോളിലുണ്ടായിരുന്ന നമ്മൾ ഊരിയെടുത്ത ലേസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.